തവസ്സുലില് ചിലർക്ക് സംശയമുള്ള തവസ്സുൽ ഏതാ? തവസ്സുൽ ബിദ്ദാത്ത്, ഒരു വ്യക്തിയെ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുക, അതും അദ്ദേഹത്തിന്റെ കാലശേഷം. ജീവിതകാലത്ത് അവരെ മുൻനിർത്തി ചോദിക്കാൻ പറ്റുമെന്നൊക്കെ പറയുമ്പോൾ വഫാത്തിന് ശേഷം അദ്ദേഹത്തെ മുൻനിർത്തി ചോദിച്ചാൽ എങ്ങനെ അത് ഷിർക്കാവാം? തവസ്സുൽ ഷിർക്കാൻ എഴുതിയവർ ഇവരുടെ കൂട്ടത്തിലുണ്ട്. തൗഹീദ് എന്താ ഷിർക്കെന്ന് അറിയുന്ന ഒരാൾ ഒരിക്കലും ഷിർക്കാന്ന് പറയാൻ പാടില്ല. ഒരാളെ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുക, നബിതങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുന്നു, ഇന്ന വ്യക്തിയെ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുന്നു. അപ്പം അതിൽ അവരോട് നമുക്കുള്ള സ്നേഹം മുൻനിർത്തി എന്ന അർത്ഥത്തിലാണ് ചോദിച്ചെങ്കിൽ അതും ജായിസാണെന്ന് ഇബ്നു തൈമിയ്യ പറയുന്നത്. ഇനി അതല്ലാതെ അവരെ മുൻനിർത്താന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ദുൽ വഹാബ് പോലും ഈ വിഷയത്തിൽ പറഞ്ഞെന്താണെന്നറിയോ? അദ്ദേഹത്തിന്റെ കിതാബുണ്ട് ഇവിടെ, മജ്മൂഅ മുഅല്ലഫാത്തി ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ്. തവസ്സുൽ ഫിഖ്ഹിയ വിഷയമായിട്ട് അദ്ദേഹം പറഞ്ഞത്, വിശ്വാസപരമായ വിഷയം പോലെ ഫിഖ്ഹിയ വിഷയമാണ്. അതിൽ അദ്ദേഹം പറയുന്നത് ആ വിഷയത്തിൽ നമുക്ക് എതിർക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അവരുടെ നിലപാട് ഇത് പാടില്ലെന്നാണെങ്കിലും അനുവദനീയമാണെന്ന് പറഞ്ഞവരുണ്ടെന്നും അവരെ മാനിക്കണമെന്നും ലാ ഇൻകാറ ഫീ മസായിലിൽ ഇജ്തിഹാദ് എന്നതിന്റെ കീഴിൽ ഇതിനെ എതിർക്കാൻ പാടില്ലെന്ന് ആര് പറയുന്നു? ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് പറയാം. ഇതിന്റെ ഹദീസിന്റെ ബേസ് തിർമിദിയിലുള്ളത്. അതിനൊരു വിവരണം തബറാനിൽ വേറെ വന്നിട്ടുണ്ട്. കാഴ്ചക്ക് പരിമിതിയുള്ള ഒരു സഹാബി വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദുആ ചെയ്യാൻ പറയുമ്പോൾ വുളു ചെയ്യാനും നമസ്കരിക്കാനും ശേഷം ഒരു ദുആ പറയാൻ പറയുന്നുണ്ട്. അല്ലാഹുമ്മ ഇന്നി അതവജ്ജഹു ഇലൈക ബിനബിയ്യിക നബിയ്യിർ റഹ്മ. അല്ലാഹു, ഞാൻ നിന്നിലേക്ക് നബിയെ മുൻനിർത്തിക്കൊണ്ട് തിരിയുന്നു. നബിയെ മുൻനിർത്തിക്കൊണ്ട് തിരിയുന്നുള്ള വാക്ക് തന്നെ ഇവർക്ക് ദഹിക്കാത്തതാണ്. ഇവർ സാധാരണ ഈ ഹദീസ് പറയാറില്ല, പ്രചരിപ്പിക്കാറില്ല. അത് ജീവിതകാലത്ത് മാത്രമേ പറയാവൂ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുന്നു. ആ ദുആ സ്വീകരിക്കട്ടെ, അള്ളാഹു നീ സ്വീകരിക്കണേ എന്നതിൽ പറയുകയും അങ്ങനെ നബിതങ്ങളുടെ ദുആയ്ക്കുകയും അത് സ്വീകരിക്കുന്ന നിർദ്ദേശം ശുപാർശ ചെയ്യുകയും അങ്ങനെയൊക്കെയാണ് അതിന്റെ വിവരണം എന്നാണ്. സംഗതി പണി പാളിയപ്പോന്നറിയോ? ഇത് ഉദ്ധരിക്കുന്ന ഉസ്മാൻ ബിൻ ഹുനൈഫ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ കാലശേഷം ഇത് വേറെ വ്യക്തിക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ. അതാണ് ഇമാം തബറാനി ഉദ്ധരിച്ച ഹദീസ്. താഹിർ ബിൻ ഈസ, അസ്ബഗ് ബിൻ ഫറജ്, അബ്ദുല്ലാഹ് ബിൻ വഹബ്, ഷബീബ് ബിൻ സഈദ് അൽ മക്കി തുടങ്ങി വരുന്ന സനദ്. ഒരു വ്യക്തി ഉസ്മാൻ അള്ളാഹിന്റെ അടുത്ത് വന്നു. അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടാതെ പോയി എന്തോ കാരണത്താൽ. ഇദ്ദേഹം ഈ ദുആ പറഞ്ഞു കൊടുക്കാൻ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക വതവജ്ജഹു ഇലൈക ബിനബിയ്യിക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഹദീസ്. അപ്പോൾ ഇദ്ദേഹം ഈ ദുആ പറയുകയും അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം എന്താണെങ്കിലും അദ്ദേഹത്തിന്റെ ആവശ്യം നിർവഹിക്കപ്പെടുകയൊക്കെ ചെയ്തു. അപ്പോൾ അത് യാദൃശികമായി നിർവഹിക്കപ്പെട്ടതാണോ അത് ഈ ദുആന്റെ പേരിൽ നിർവഹിക്കപ്പെട്ടതാണോ എന്നുള്ളത് നമുക്കിവിടെ വിഷയമല്ല. ഈ ദുആ ഇദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് നമ്മുടെ വിഷയം. ഒരു അത്ഭുതം, ഇമാം തബറാനി മുഅ്ജമുൽ കബീറിലും മുഅ്ജമുൽ സഗീറിലും ഉദ്ധരിച്ചിട്ടുണ്ട്. സാധാരണ എല്ലാ സ്ഥലങ്ങളും ഇമാം തബറാനി ഹദീസ് സഹീഹാണോ ദഈഫാണോ എന്ന് പറയാറില്ല. ഇവിടെ വിശദമായിട്ട് പറഞ്ഞു. റാവിമാരുടെ നിരൂപണവും സനദിന്റെ നിരൂപണമൊക്കെ നടത്തിയതിനു ശേഷം പറഞ്ഞു വൽ ഹദീസു സഹീഹുൻ, ഈ ഹദീസ് സഹീഹാണ്. ഇമാം തബറാനി സഹീഹാക്കിയെന്ന് മാത്രമല്ല, ഇതിലുള്ള വ്യക്തികൾ, ഇതില് അസ്ബഗ് ബിൻ ഫറജ്, ഇദ്ദേഹം ഈജിപ്തിലെ ഇമാമാണ്. ഇമാം ഷാഫിയുടെ ശിഷ്യന്മാർ തന്നെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി വരുന്നതിന് മുമ്പ് അസ്ബഗ് ബിൻ ഫറജിന്റെ ശിഷ്യന്മാരായിരുന്നു. മാലിക്കികളുടെ അക്വാലുകൾ ഇദ്ദേഹത്തിന് അറിയുന്നത് പോലെ ഇത്ര കൃത്യമായിട്ട് അറിയുന്ന ആരുമില്ല എന്ന് ഹദീസ് നിരൂപകർ പറഞ്ഞിട്ടുണ്ട്. ഇമാം ഷാഫിഈ വന്നപ്പം പലരും അദ്ദേഹത്തിന്റെ ആകർഷകരായ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിട്ട് മാറി. ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാമുസുന്ന അഹ്മദ് ബിൻ ഹംബൽ ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ ഇദ്ദേഹം സാഹിബുസുന്ന, ശരിയായ അഖീദയും മൻഹജൊക്കെ ഉള്ള അഹ്ലുസുന്നയുടെ വക്താവാണ്, ഇമാമാണെന്നാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇവരൊക്കെ ഉദ്ധരിച്ച ഇമാം തബറാനി സഹീഹാണെന്ന് പറഞ്ഞ ഹദീസാണ്. അഖീദയ്ക്ക് വിരുദ്ധമാകുന്ന ഒരു ഹദീസ് സാഹിബുസുന്നയായിട്ടുള്ള അവിടുത്തെ അഹ്ലുസുന്നയുടെ ഇമാമായിട്ടുള്ള വ്യക്തി വെറുതെ ഉദ്ധരിക്കോ? അഖീദയ്ക്ക് എതിരാണെങ്കിൽ ചെറിയ ന്യൂനത മണത്താൽ തന്നെ അവരതിനെ ലൈഫാണെന്ന് പറയും. അത് ഉദ്ധരിക്കുകയും ശേഷം അടുത്ത രണ്ട് റാവിമാർക്ക് ഇമാം തബറാനി ഇതിനെ സഹീഹാണെന്ന് മുദ്രവെക്കുകയും ചെയ്തു. അല്ലെങ്കിൽ പറയണ്ട ഇതിൽ ബിദ്അത്ത്, ഇതിൽ ഷിർക്കുണ്ട്, ഇത് വാക്ക് ശരിയില്ല, എന്തെങ്കിലും ഇമാമുകൾ പറയണ്ടേ. പിന്നെ ഇവരിലെ ഓൺലൈൻ പ്രഭാഷകരുണ്ട്, 10 പൈസയുടെ വിലയില്ലാത്ത വർത്തമാനങ്ങൾ ഹദീസിനെ പറ്റി പറയുന്ന നിരൂപകരുണ്ട് മുസ്ലിംകാർക്ക് ഓൺലൈനിൽ. അവർ പറയാണ് ഇത് ഷിയാക്കൾ ഉണ്ടാക്കിയ ഹദീസാണ്, ഇതിലാരാ ഷിയകളുണ്ട്, ഇതിലാരാണ് ഷിയ, ഇതിൽ എന്തെങ്കിലും സംശയം ഈ റാവിമാരിലെ വ്യക്തികളെ പറ്റിയുണ്ടോ? വ്യക്തികളെ പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? അബ്ദുല്ലാഹിബിൻ വഹബ് ഷബീബിനോ സഈദിനെ കണ്ട സമയം താമസിച്ചു പോയോ ഇല്ലേ, ഇതിന് വേറെ മുതാബാത്ത് ഉണ്ടോ ഇല്ലേ എന്നുള്ള പരിശോധന അല്ലാതെ വ്യക്തിപരമായിട്ട് ഇതിൽ ആരുടെയെങ്കിലും ധ്യാനത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? എന്നിട്ട് ഇവര് കേരളത്തിൽ ഒരു ഹയാവും ഇല്ലാതെ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ പറയാണ് ഷിയാക്കൾ ഉണ്ടാക്കിയ ഹദീസ്. ഇവരാണ് ഷിയാക്കളെ വളർത്തുന്നത്. മനസ്സിലായില്ല? അവർക്ക് സുഖമാണ്, അവർക്ക് കാണിക്കാലോ. ഇല്ല എന്ന് പറഞ്ഞ കാര്യം ഇതാ ഹംബലി ഗ്രന്ഥങ്ങളിൽ, ഇതാ സലഫി ഗ്രന്ഥങ്ങളിൽ, ഇതുപോലെയാണ് ബാക്കി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഷിയാക്കൾക്ക് എളുപ്പമില്ലേനെ. അപ്പൊ തവസ്സുലിനെ പറ്റി 4 മദ്ഹബിലും കാണാം. സലഫികളുടെ ഗ്രന്ഥങ്ങളിൽ കാണാം തവസ്സുൽ ജായിസ് ആണ്. ഇനി 4 മദ്ഹബിനും പുറത്തുള്ള ഷൗക്കാനി, ഇവര് സലഫിയാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ഷൗക്കാനി ലാഹിരിയാണ് അദ്ദേഹം ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് ഫീഹി ദലീലുൻ അല ജവാസി തവസ്സുൽ, ഒരു നവോത്ഥാന നായകനാണെന്ന് വിശേഷിപ്പിക്കുന്ന ഷൗക്കാനി പറയുന്നത് തവസ്സുൽ ജായിസ് ആണെന്നതിന് തെളിവ് ഈ ഹദീസിലുണ്ട്. അപ്പൊ ഇത് ഇവർക്ക് മനസ്സിലാകുന്ന നേരെയുള്ള തെളിവ്. ഇനി ഇവര് ഇത് പാടില്ല എന്ന് പറയാൻ വേണ്ടി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്.
നമുക്ക് ആ ഹദീസ് ആവശ്യമില്ല, എന്നാൽ ഇവർക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാം. മഴയ്ക്ക് വേണ്ടി നമസ്കരിക്കുമ്പോൾ അള്ളാഹു ഞങ്ങൾ നബിതങ്ങളെ മുൻനിർത്തി ചോദിക്കുമായിരുന്നു. ഇന്ന് ഞങ്ങളുടെ പിതൃവിനെ മുൻനിർത്തിക്കൊണ്ട് ദുആ ചെയ്യുന്നു, അബ്ബാസ് അള്ളാഹിനെ മുൻനിർത്തിക്കൊണ്ട്. ഇപ്പൊ നബിതങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ദുആ ചെയ്യുന്ന പറഞ്ഞാൽ എന്താ? അവരെ കണ്ടോ, നബിതങ്ങൾ വഫാത്തായതിനു ശേഷം പിതൃവിനെ മുൻനിർത്തിയില്ലേന്ന്. വഫാത്തായതിനു ശേഷം നബിതങ്ങൾക്ക് മഴ ആവശ്യമുണ്ടോ? മഴ ആവശ്യമുള്ള ആരാ ഇവിടെ വിജയിച്ചിരിക്കുന്നത്? അബ്ബാസ് അള്ളാഹ്. ഈ അബ്ബാസ് അള്ളാഹിനെ മുൻനിർത്തുമ്പോൾ എന്താ നമ്മൾ പറയുന്ന വാക്കെന്താ? നതവസ്സലു ബിഅമ്മി നബീക, നബിതങ്ങളുടെ പിതൃവിനെ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കും ഞങ്ങൾക്ക് മഴ തരണേ. അബ്ബാസ് അള്ളാഹിന്റെ മഹത്തായിട്ട് നമ്മളിപ്പോ എന്താ പറയുന്നത്? നബിതങ്ങളുടെ മൂത്താപ്പ എന്നല്ല അദ്ദേഹത്തിന്റെ സ്ഥാനം. മൂത്താപ്പ എന്ന് പറഞ്ഞവർ ചിന്തിച്ചാൽ മതി. അബ്ബാസ് എന്നല്ലല്ലോ പറയുന്നത്. അബ്ബാസ് ഖാന്റെ ടൈറ്റിൽ എന്താണ് അവിടെ? നബിതങ്ങളുടെ മൂത്താപ്പ എന്നുള്ളതാണ്. നബിതങ്ങളുടെ ഹയാത്ത് കാലത്ത് നബിയെ മുൻനിർത്തി ചോദിക്കുന്നത് ഞങ്ങൾക്ക് മഴ തരണേ. കാരണം മഴയില്ലാതെ പ്രയാസപ്പെടുന്നതിൽ ആരുണ്ട്? നബിതങ്ങളുണ്ട്. ഇപ്പൊ മഴയില്ലാതെ പ്രയാസപ്പെടുന്നതിൽ ആരുണ്ട്? അബ്ബാസ് ഖാൻ ആരാ? നബിതങ്ങളുടെ മൂത്താപ്പ ഉണ്ട്. അപ്പൊ ആരാ നമ്മളുടെ മഹത്വം കൊടുത്തത്? ആർക്കാ? അബ്ബാസ് എന്ന വ്യക്തിക്കാണോ റളിയല്ലാഹു അൻഹു? അത് നബിതങ്ങളുടെ മൂത്താപ്പ എന്ന സ്ഥാനത്തിനാണ്. അപ്പം ആവശ്യമില്ലാതെ മരണശേഷം തവസ്സുൽ പാടില്ല എന്ന് പറയാൻ വേണ്ടി ഇവർ ഉദ്ധരിക്കുന്ന ഹദീസ് പോലും കോമൺ സെൻസ് ഇവർക്ക് വരുന്ന ദിവസത്തിൽ ആ ഹദീസ് ഇവർക്ക് എതിരാണെന്നുള്ളത് മനസ്സിലാകും. പോട്ടെ, നമുക്ക് ഡയറക്റ്റ് തെളിവുണ്ട് ഇവിടെ. ഉസ്മാൻ ബിൻ ഹുനൈഫ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഉദ്ധരിച്ച് ഈ വിവരം പറഞ്ഞു കൊടുത്തു. ഇമാം തബറാനി ഇതിനെ സഹീഹാക്കി. ഈ ഹദീസ് തവസ്സുലിന് തെളിവാണെന്ന് ആര് പറഞ്ഞു? ഇവരുടെ നവോത്ഥാന നായകനായ ലാഹിരിയായ ഷൗക്കാനി. ഇവർ സലഫിയാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ഷൗക്കാനി. 4 മദ്ഹബിലും തവസ്സുൽ ജായിസാണ് എന്ന് മാത്രമല്ല, ഏറ്റവും കൂടുതൽ തവസ്സുൽ ഉണ്ടാവാറുള്ളത് ഹംബലി മദ്ഹബിന്റെ കിതാബുകളാണ്, സലഫികളുടെ കിതാബുകളാണ്. യജൂദു തവസ്സുൽ ബിസ്സാലിഹീൻ, യജൂസു തവസ്സുൽ ബിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊക്കെ പറയുന്നതിനുണ്ട്. എന്ന് മാത്രമല്ല, സാലിഹീങ്ങളുടെ ഖബറിനടുത്ത് പോയി നമ്മൾ മറവ് ചെയ്താൽ നമുക്ക് അതിന്റെ ഫലം കിട്ടുന്ന പോലും പറഞ്ഞിട്ടുണ്ട്. വഫാത്തായതിനു ശേഷം അവരുടെ ഖബറുള്ള സ്ഥലത്തിന്റെ അടുത്ത് പോയി കിടന്നാൽ എന്താകും? അതിന്റെ റഹ്മത്തും ബറക്കത്തൊക്കെ ഇപ്പുറത്ത് കിട്ടുന്ന ആളുകൾക്കും കൂടി കിട്ടും. മുജാവറത്തു സാലിഹീൻ ബഅദ വഫാത്തിഹിം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹിയുടെ ഖബറിന്റെ പരിസരം അദാബ് ഫ്രീ സോണാന്ന് ഇവർ എഴുതിയിട്ടുണ്ട്. ഫി ഫളാഇൽ മഖ്ബറത്തി അഹ്മദ് കിതാബ് എഴുതിയിട്ടുണ്ട്. പക്ഷെ തവസ്സുൽ ചെയ്യാൻ പാടില്ല. എങ്ങനെയുണ്ട്? അതിനേക്കാൾ വലുതാണ് ഇവർ ചെയ്തത്. അതിനേക്കാൾ എത്രയോ വലുതാണ് ഇവർ പറഞ്ഞതൊക്കെ. അവരുടെ പേര് ദുആയിൽ പറയാൻ പാടില്ല. അവരെടുത്ത് വേണേ പോയി ഖബർ എടുക്കാം. മനസ്സിലായോ?